ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് പോത്തുംകാലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പോത്തുംകാലൊക്കെ മേടിച്ച് ഇന്ന് പോത്തുംകാല സ്പെഷ്യൽ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് കാണാം. ഓക്കെ. ബാ ഓ പൂച്ചകൾ വരുന്ന വരവ് നോക്കിയേ. കുറിഞ്ഞ ഇവരെല്ലാരും ഇറച്ചി കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതാ. ഇത് കുറിഞ്ഞിക്കുട്ടി. ചെറുതാക്കണ എന്താ പോണു ചക്കി ചേച്ചി. ഇതാ ഇവിടെ കുഞ്ഞി. ഇതെല്ലാം കുറിഞ്ഞിന്റെ കുട്ടികളാ. ചക്കി അവിടെ ഇരുന്ന് പഠിക്കുക. നോക്ക്. ചിത്രം വരയ്ക്കുക. ഇതാണ് ചിത്രം വരയ്ക്കണ്ടേ. ഇത് വരയ്ക്കുക ചക്കി. അവിടെ ഇറച്ചിയെല്ലാം കഴുകി വൃത്തിയാക്കുമ്പോഴത്തേനും നമുക്കിവിടെ മസാല ഇടാം. മല്ലിപ്പൊടി, കുറേ ഇടണം. മുളക് പൊടി അതും 3 സ്പൂണ്, 4 ഇട്ട്. മഞ്ഞൾപ്പൊടി 2 സ്പൂൺ. ഇറച്ചി മസാല അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. മുഖം കാണിച്ചാൽ ഇവിടെ സീനാവും. വെളിച്ചെണ്ണ ഇട്ടിട്ട് എനിക്കവിടെ എഴുതാനുണ്ട്. ഇവരെന്നെ പണിയെടുപ്പിക്കാൻ വിളിച്ച് നിർത്തിയേക്കുക. അവിടെ എല്ലാവരും ഭയങ്കര പണിയില്ല. ഞാൻ വീഡിയോ എടുക്കുന്ന പേരും പറഞ്ഞ് നടക്കുക. അച്ഛമ്മയും അച്ചാച്ചനും ഉണ്ട് അവിടെ വിറകെടുത്തോണ്ട് വരുന്നു. മസാല നല്ലോണം മിക്സ് ആക്കി എടുത്തു. അപ്പോൾ സാധനം എല്ലാം കഴുകി ഞങ്ങൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്, വൃത്തിയാക്കി എടുത്തു. ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടി എടുക്കാം. ഞങ്ങളുടെ തക്കുടു കുട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. തക്കുടോ വാ. ഒരു കണ്ണ് തിളങ്ങുന്നതിൻ്റെ അച്ഛ ഇവിടെ അടുപ്പ് കത്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. കുറേ മണിക്കൂറിട്ട് വേവിക്കണ്ടേ. ഞങ്ങൾ അടുപ്പിലാണ് വെക്കുന്നത്. ഒരു കുരുട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചെമ്പ അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് ഇനി എന്താ പണി? ഇനിയിപ്പോൾ നമ്മൾ ഇറച്ചിയിലേക്ക് ഇടുന്നു, മസാലയിലേക്ക് ഇടുന്നു. ബാക്കിയൊക്കെ പിന്നെ കുറേ സാധനങ്ങൾ ചേർക്കാനുണ്ട്, കാണിച്ചിടാം. മസാല ഫുൾ ഇട്ടത്. മസാല ഇട്ടിട്ടുണ്ട്. ഇളക്കി സെറ്റാക്കി വെള്ളം ഇട്ടു. വെള്ളം എന്താ? ആ കുരുട്ടിനെ അങ്ങ് ഓടിച്ചൂട്. മസാലയെല്ലാം പിടിപ്പിച്ച് പുകയാണോ? അപ്പോൾ നമുക്ക് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പ് അധികം ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ഗ്രേവി വറ്റുമ്പോൾ ഉപ്പ് കൂടി പോകും. അത് നോക്കണം. തൽക്കാലം മതി. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം എടുത്ത് നിറച്ചോ?
വെളിച്ചെണ്ണ വെച്ചാൽ മതി. കുറച്ച് വെളിച്ചെണ്ണ. കുറച്ചുകൂടെ വെളിച്ചെണ്ണ. അപ്പോൾ അതിൽ തീ അപ്പോൾ മൂപ്പര് ഇവിടെ കിടന്ന് അങ്ങ് തിളക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ള മസാലയൊക്കെ നമ്മൾ സെറ്റ് ആക്കട്ടെ. ഇതിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി, നാരങ്ങ, പിന്നെ നമ്മുടെ ചപ്പുകൾ, പിന്നെ പച്ചമുളക്, സവാള. വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി നല്ലോണം ഇടണം, എന്നാലും അതിൻ്റെ ഒരു സംഗതി വരും. ആ പിന്നെ ഇഞ്ചി, കറിവേപ്പില അവിടെ ഇല്ല സോ, കറിവേപ്പില അപ്പോൾ വരും കേട്ടോ. ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ഞങ്ങളിതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. അമ്മ അമ്മ അതിൻ്റെ ഇടക്ക് നേന്തി നോക്കുക. മകളും ചാച്ചിട്ടേ. അമ്മ ഇവിടെ ഉള്ളി അതിക്രൂരമായി അതിനെ മർദ്ദിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുക. അച്ഛനിവിടെ വെളുത്തുള്ളിനെ ക്രൂരമായി. അയ്യോ കിട്ടുന്നില്ല. അമ്മേ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചതച്ചെടുക്കാം. കുറച്ചുകൂടെ ചതണ്ടായി. കുറച്ച് പെരിഞ്ചീരം ചേർക്കുന്നുണ്ട് കേട്ടോ, ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ഇനി അതിൻ്റെ അകത്തേക്ക് ചേർക്കണം നമുക്ക്. സവാള ഗിരി. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം നമുക്ക്. നല്ല നാരങ്ങ, നല്ല നീരുണ്ട് കേട്ടോ. ഇല്ല നാരങ്ങ. ഓക്കെ. കറിവേപ്പില, ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, പുതിന ഒക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളച്ച് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി മസാലയും കൂടെ അതിലേക്ക് ചേർക്കാൻ പോവാണ്. ഉള്ളി അരിഞ്ഞത്, അപ്പം നമുക്കിതൊക്കെ ഒന്ന് സെറ്റായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ, പോത്തുംകാല്. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പം അതിന് ചുട്ട് വെച്ചിട്ടുണ്ട്. എന്താ ഓട്ടം നോക്ക്. ഓക്കെ, അപ്പം നമുക്ക് കഴിക്കാം. ഒന്നും കൂടെ എടുക്കാം. എല്ല് നോക്കി വെള്ളം ഇറക്കുന്ന അച്ചാച്ചൻ. ആള് അപ്പൊ ഞങ്ങളൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ.